ഇടുക്കി ഉപ്പുതറയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഇരയായ യുവാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിലെ കാലതാമസവും പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാകുന്നതിലുള്ള വീഴ്ചയിലും പരിഹാരം തേടിയാണ് കണ്ണമ്പടി മുല്ലപ്പുത്തൻപുരയ്ക്കൽ സരുൺ സജി ഹർജി സമർപ്പിച്ചത്. തുടക്കം മുതൽ സൗജന്യ നിയമസഹായം നൽകുന്ന സീനിയർ അഭിഭാഷകരായ ജോബി ജോർജ്, ബൈജു ബാലകൃഷ്ണൻ എന്നിവർ മുഖേനയാണ് ഹർജി നൽകിയത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദവും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലും മൂലം കേസ് അട്ടിമറിക്കുന്നു എന്നാണ് സരുൺ സജിയുടെ പരാതി. അതിനാൽ അന്വേഷണത്തിലും തുടർ നടപടിയിലും കോടതിയുടെ നിരീക്ഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. 2022 സെപ്റ്റംബർ 20 കേസിനാസ്പദമായ സംഭവം നടന്നത്. കാട്ടിറച്ചി കടത്തി എന്നാരോപിച്ച് സരുൺ സജിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. 10 ദിവസം ജയിലിൽ കഴിഞ്ഞ സരുൺ സജി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം താൻ നിരപരാധിയാണെന്ന് കാട്ടി മുഖ്യമന്ത്രി, വനം മന്ത്രി, ഉപ്പുതറ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. സരുൺ സജി നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ ഗോത്രവർഗ കമ്മീഷനുകളുടെ ഇടപെടലിനെ തുടർന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കാട്ടിറച്ചിയല്ലെന്ന് പിന്നീട് നടന്ന വിദഗ്ധ പരിശോധനയിലും വ്യക്തമായിരുന്നു. തുടർന്ന് ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ, കിഴുകാനം സെഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് 13 ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുവാൻ ഉപ്പുതറ പോലീസ് തയ്യാറായത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B++ grade. Join JPM. Excel on a campus with quest for quality.